ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വീഡിയോ ആണ്. അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് ഇന്ന് തക്കാളി ചോറും മുട്ടക്കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തക്കാളി ചോറും മുട്ടക്കറിയാണ് ഇന്ന് സൺഡേ ആയിട്ട്. നമുക്ക് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്. ഇതുവരെയൊക്കെ മഴയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ മഴ ഏകദേശമൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എന്താ കുഞ്ഞാറ്റയുടെ മാജിക് ബുക്ക് അല്ലേ? മാജിക് ബുക്കും കുഞ്ഞാറ്റ രാവിലെ കളർ അടിക്കും അല്ലേ? മാജിക് ബുക്ക് വെച്ച് കളർ അടിക്കും അല്ലേ? അപ്പം ഇനി നമുക്ക് തക്കാളി ചോറ് വെക്കുന്നതിലേക്ക് പോവാം അല്ലേ? ഇന്നെന്താ നമ്മൾ ഇന്നത്തെ വെക്കുന്നത്? തക്കാളി ചോറും കറി എന്തുവാ? എന്ത് കറിയായിരുന്നു? എന്ത് കറിയാ? തക്കാളി ചോറും തക്കാളി ചോറും മുട്ടക്കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തക്കാളി ചോറും മുട്ടക്കറി വെക്കാം. അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇത് മുട്ടക്കറിക്കുള്ളതാണ്. മുട്ടക്കറിക്കുള്ള സവാളയാണ്. ഞാൻ 2.5 സവാളയാണ് എടുത്തത്. അപ്പോൾ ഞാനത് കഷ്ണമായിട്ട് അരിഞ്ഞ് ഇനി അത് നമ്മുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഈ വട്ടം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കുഴമ്പൻ രൂപത്തിൽ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് 2 തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരച്ചെടുത്തേക്കുന്നത്. ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം ഇതിനകത്ത് ഈ വെള്ളം ഉണ്ടല്ലോ, ഉള്ളിയുടെ ആ വെള്ളത്തോട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴട്ടാനെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വഴണ്ട് വരത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിഴിഞ്ഞിട്ട് മറ്റേ ഈ വെള്ളം അങ്ങ് അതിൻ്റെ ആ സവാളയുടെ ആ നീരങ്ങ് മാറ്റിയിട്ട് ഉള്ളിക്കറിക്ക് നമ്മൾ ഗ്രേവി എല്ലാം ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുമല്ലോ, അന്നേരം ഈ ഗ്രേവി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. അപ്പം ഇതുപോലെ ഞാൻ അതിൻ്റെ നീരെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നീരാണിത്. ഇതാണ് നമ്മുടെ സവാളയുടെ നീരാണിത്. നല്ലോണം ഒന്ന് വഴണ്ടതാണ്. ഉള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ആ മസാലയുടെയൊക്കെ നല്ല മണമുണ്ട്. അതായത് നമ്മൾ മസാല ജീരകം ഇട്ടിട്ടില്ലേ, പട്ട, അതിൻ്റെയൊക്കെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ്. 2 തക്കാളി ശകല ചേരുന്നത്. തക്കാളി ഒന്ന് വെന്ത് വന്നോട്ടെ. ഇതായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ. സവാളയുടെ നീര് ഞാനകത്ത് തക്കാളിയും ആദ്യമേ മസാലക്കൂട്ടൊക്കെ ചേർത്തു. നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം മസാലക്കൂട്ട് ചേർത്തിട്ടുണ്ടായിരുന്നേ. മസാലക്കൂട്ട് ചേർത്തതിന് ശേഷം ഞാൻ സവാള ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു. തക്കാളി നല്ലോണം വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തേ. ഇനി പിന്നെ അതോട് വെള്ളം ഒഴിക്കാമേ. കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ അതിൽ. എരിവിന് നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ തക്കാളി ചോറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സലാഡാണ്. തൈര് ഇട്ടിട്ടില്ല. തൈരില്ലാതെ തക്കാളിയും സവാളയും പച്ചമുളകും ഇട്ട സലാഡാണ്. സൂപ്പർ ടേസ്റ്റ്.
സൂപ്പറാണോ ഞാൻ സൂപ്പറാന്നറ.